സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പഠനരീതികളെക്കുറിച്ചാണ്. പലരും മണിക്കൂറുകളോളം പുസ്തകം തുറന്നുവെച്ച് പഠിച്ചിട്ടും വിചാരിച്ച ഫലം കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടാറുണ്ട്. എന്നാൽ ജാപ്പനീസ് വിദ്യാർത്ഥികൾ ലോകമെമ്പാടും അവരുടെ പഠന മികവിന് പേരുകേട്ടവരാണ്. എന്താണ് അവരുടെ രഹസ്യം? അവർ കൂടുതൽ കഠിനമായി പഠിക്കുന്നതല്ല, മറിച്ച് കൂടുതൽ സ്മാർട്ടായി പഠിക്കുന്നതാണ് അവരുടെ വിജയം. ഒരു കായിക താരം ഒളിമ്പിക്സിനായി തന്റെ ശരീരം പരിശീലിപ്പിക്കുന്നതുപോലെ നിങ്ങളുടെ തലച്ചോറിനെയും പരിശീലിപ്പിക്കാൻ സാധിക്കും. വെറുതെ മണിക്കൂറുകളോളം പുസ്തകം വായിച്ച് തളരുന്നതിനു പകരം ഒരു കായിക താരത്തെപ്പോലെ തലച്ചോറിനെ പരിശീലിപ്പിക്കാൻ താഴെ പറയുന്ന ജാപ്പനീസ് രഹസ്യങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. 1. കൈസൻ അഥവാ 1% റൂൾ. ഒറ്റയടിക്ക് വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാതെ ദിവസവും 1% മാത്രം പഠനത്തിൽ മെച്ചപ്പെടുത്തുക എന്ന ജാപ്പനീസ് തത്വമാണ് കൈസൻ. ഒറ്റ ദിവസം കൊണ്ട് 10 മണിക്കൂർ തുടർച്ചയായി പഠിച്ച് തളർന്നുപോകുന്നതിനു പകരം ദിവസവും 30 മിനിറ്റ് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിച്ചു തുടങ്ങൂ. അതിനുശേഷം നിങ്ങൾക്ക് പതുക്കെ പഠനസമയം കൂട്ടിക്കൊണ്ടുവരാം. ഒരു വിഷയം ബുദ്ധിമുട്ടാണെന്ന് തോന്നുമ്പോൾ എല്ലാം കൂടി ഒറ്റയടിക്ക് പഠിച്ചു തീർക്കാൻ ശ്രമിക്കരുത്. മറിച്ച് ഓരോ ദിവസവും അതിലെ ഓരോ ചെറിയ ഭാഗങ്ങൾ മാത്രം പഠിച്ചു മുന്നേറുക. നമ്മുടെ തലച്ചോറിന് ഒറ്റയടിയുള്ള വലിയ മാറ്റങ്ങളെക്കാൾ എളുപ്പത്തിൽ ഉൾക്കൊള്ളാനും പൊരുത്തപ്പെടാനും കഴിയുന്നത് ഇത്തരം ചെറിയതും എന്നാൽ സ്ഥിരതയുള്ളതുമായ മാറ്റങ്ങളോടാണ്. നാം മുൻപ് ചർച്ച ചെയ്ത ചെറിയ നല്ല ശീലങ്ങൾ, ഉദാഹരണത്തിന് പുതപ്പ് മടക്കി വയ്ക്കുന്നത്, വളർത്തിയെടുക്കുക എന്ന ആശയത്തോട് പൂർണ്ണമായും ചേർന്നു നിൽക്കുന്നതാണ് ഈ തത്വം. കാലക്രമേണ ദിവസവും നിങ്ങൾ വരുത്തുന്ന ഈ ചെറിയ 1% മെച്ചപ്പെടുത്തലുകൾ പഠനത്തിൽ വലിയ വിജയമായി മാറും. 2. പൊമോഡോറോ ടെക്നിക്. മണിക്കൂറുകളോളം ശ്രദ്ധയില്ലാതെ പഠിക്കുന്നതിനു പകരം കൃത്യമായ ഫോക്കസ് നിലനിർത്താൻ ജാപ്പനീസ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന ഒരു പഠനരീതിയാണ് പൊമോഡോറോ ടെക്നിക്. ആദ്യം ഒരു ടൈമർ 25 മിനിറ്റിലേക്ക് സെറ്റ് ചെയ്യുക. ഈ സമയം മൊബൈൽ ഫോണോ മറ്റു ശല്യങ്ങളോ ഇല്ലാതെ പൂർണ്ണമായും പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 25 മിനിറ്റ് കഴിഞ്ഞാലുടനെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ സമയത്ത് എഴുന്നേറ്റ് നടക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാം, പക്ഷേ യാതൊരു കാരണവശാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഈ രീതി 25 മിനിറ്റ് പഠനം പ്ലസ് 5 മിനിറ്റ് ബ്രേക്ക് 4 തവണ ആവർത്തിക്കുക. 4 തവണ ഈ സൈക്കിൾ പൂർത്തിയാക്കിയ ശേഷം 15 മുതൽ 20 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വലിയ ബ്രേക്ക് എടുക്കാവുന്നതാണ്. മനുഷ്യന്റെ തലച്ചോറിന് വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ പൂർണ്ണമായും ശ്രദ്ധിക്കാൻ കഴിയുകയുള്ളൂ. പൊമോഡോറോ ടെക്നിക് വഴി ഇങ്ങനെ ഇടവേളകളെടുത്തു പഠിക്കുന്നത് പഠനത്തിലെ മടുപ്പ് ഒഴിവാക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കും. നാം നേരത്തെ സംസാരിച്ച അനാവശ്യമായ മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യവും ഈ ടെക്നിക്കിലൂടെ ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിക്കും. 3. ഫെയ്ൻമാൻ ടെക്നിക്. പഠിച്ച കാര്യങ്ങൾ വെറുതെ വായിച്ച് മനഃപ്പാഠമാക്കുന്നതിനു പകരം അവ ആഴത്തിൽ മനസ്സിലാക്കാനും മറക്കാതിരിക്കാനും സഹായിക്കുന്ന ശക്തമായൊരു രീതിയാണ് ഫെയ്ൻമാൻ ടെക്നിക്. ഒരു വിഷയം പഠിച്ച ശേഷം അതൊരു ചെറിയ കുട്ടിയെ പഠിപ്പിക്കുന്നതുപോലെ ഏറ്റവും ലളിതമായ വാക്കുകളിൽ വിശദീകരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റുകയോ തടസ്സപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാഗം വീണ്ടും പുസ്തകത്തിൽ പോയി പഠിക്കുക. സങ്കീർണമായ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ ആ വിഷയം പൂർണ്ണമായും ലളിതമായി വിശദീകരിക്കാൻ കഴിയുന്നതുവരെ ഈ പ്രക്രിയ തുടരുക. മറ്റൊരാളെ ഒരു കാര്യം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിഷയം ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളുടെ തലച്ചോറിനെ നിർബന്ധിതമാകുന്നു. ഇങ്ങനെ പഠിക്കുന്നത് കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകാതിരിക്കാനും പരീക്ഷാ സമയത്ത് എളുപ്പത്തിൽ ഓർത്തെടുക്കാനും നിങ്ങളെ സഹായിക്കും. 4. AI ടൂളുകൾ സ്മാർട്ടായി ഉപയോഗിക്കുക. പഠനത്തിൽ സ്മാർട്ടായി AI ടൂളുകൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സമയം ലാഭിക്കാനും സങ്കീർണമായ കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും സഹായിക്കും. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സങ്കീർണമായ വിഷയങ്ങൾ വളരെ ലളിതമായി വിശദീകരിച്ചു തരാൻ ChatGPT, Google Gemini തുടങ്ങിയ AI ടൂളുകളോട് ആവശ്യപ്പെടുക. കൈകൊണ്ടെഴുതാതെ തന്നെ എളുപ്പത്തിൽ നോട്ടുകൾ തയ്യാറാക്കുന്നതിനായി സ്പീച്ച് ടു ടെക്സ്റ്റ് ആപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. പഠിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർത്തെടുക്കാനും ഓർമ്മശക്തി കൂട്ടാനും ആങ്കി തുടങ്ങിയ AI അധിഷ്ഠിത ഫ്ലാഷ് കാർഡ് ആപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഓരോ വ്യക്തിക്കും അവർക്ക് ആവശ്യമുള്ള രീതിയിൽ പഠനം ക്രമീകരിക്കാനും AI ടൂളുകൾ സഹായിക്കും. 5. ഇച്ചിഗിയോ സമ്മൈ. ഇച്ചിഗിയോ സമ്മൈ എന്ന ജാപ്പനീസ് തത്വം ഫോക്കസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് വളരെ ലളിതമായൊരാശയത്തിലൂടെയാണ്. ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യുക. ഒരു സമയം പൂർണ്ണമായും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് മാത്രം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഈ തത്വത്തിന്റെ അടിസ്ഥാനം. ജീവിതത്തിൽ സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളും വർദ്ധിക്കുമ്പോൾ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധ വ്യതിചലിക്കുന്നതിനു പകരം നിങ്ങളുടെ മുഴുവൻ ഫോക്കസും മുന്നിലുള്ള ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രം നൽകുക.
നാം മുൻപ് ചർച്ച ചെയ്ത പൊമോഡോറോ ടെക്നിക്, ഷുച്ചു-ര്യൂക്കു തുടങ്ങിയ പഠനരീതികളെല്ലാം തന്നെ ഡിസ്ട്രാക്ഷനുകൾ ഒഴിവാക്കി ഇത്തരത്തിൽ ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ സഹായിക്കുന്നവയാണ്. 7. ആക്റ്റീവ് റീകോൾ. പഠിച്ച കാര്യങ്ങൾ വെറുതെ വീണ്ടും വീണ്ടും വായിക്കുന്നതിനു പകരം സ്വയം പരീക്ഷിച്ചുകൊണ്ട് പഠിക്കുന്ന രീതിയാണ് ആക്റ്റീവ് റീകോൾ. ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ പുസ്തകം അടച്ചുവെച്ച് ഇപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഫ്ലാഷ് കാർഡുകൾ തയ്യാറാക്കി കാർഡിന്റെ ഒരു വശത്ത് ചോദ്യവും മറുവശത്ത് ഉത്തരവും എഴുതിവെച്ച് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇതിനായി ആങ്കി തുടങ്ങിയ AI അധിഷ്ഠിത ആപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. രാത്രി ഉറങ്ങുന്നതിനു മുൻപ് അന്ന് പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം ഓർത്തെടുക്കാനും നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡുകളും ഉപയോഗിക്കാവുന്നതാണ്. ഓർമ്മയിൽ നിന്ന് ഇത്തരം വിവരങ്ങൾ വീണ്ടെടുക്കാൻ അഥവാ റിട്രീവ് ചെയ്യാൻ നിങ്ങൾ തലച്ചോറിനെ നിർബന്ധിക്കുമ്പോൾ ആ ഓർമ്മ ഒരു മസിൽ പോലെ കൂടുതൽ ശക്തമാകുന്നു. തുടർച്ചയായി ഇങ്ങനെ തലച്ചോറിന് വ്യായാമം നൽകുന്നതുകൊണ്ടാണ് ആക്റ്റീവ് റീകോൾ വഴി പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് മറന്നുപോകാത്തത്. മിക്ക വിദ്യാർത്ഥികളും പുസ്തകം വെറുതെ വായിക്കുമ്പോൾ ടോപ്പേഴ്സ് പഠനത്തിൽ മുന്നിലെത്തുന്നത് ഇത്തരത്തിൽ ആക്റ്റീവ് റീകോൾ ഉപയോഗിച്ച് പഠിക്കുന്നതുകൊണ്ടാണ്. 8. ഷുച്ചു-ര്യൂക്കു. ഷുച്ചു-ര്യൂക്കു എന്നത് യാതൊരുവിധ ശല്യങ്ങളുമില്ലാതെ ദീർഘനേരം ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാനോ വർക്ക് ചെയ്യാനോ ഉള്ള കഴിവിനെയാണ് കുറിക്കുന്നത്. ഏകാഗ്രത നശിപ്പിക്കുന്ന മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, മറ്റു ശബ്ദങ്ങൾ എന്നിവ പഠിക്കാനിരിക്കുമ്പോൾ പൂർണ്ണമായും മാറ്റി നിർത്തുക. ശല്യപ്പെടുത്തുന്ന വെബ്സൈറ്റുകളും നോട്ടിഫിക്കേഷനുകളും ബ്ലോക്ക് ചെയ്യാനായി ഫോറസ്റ്റ് അല്ലെങ്കിൽ കോൾഡ് ടർക്കി തുടങ്ങിയ ആപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. പഠിക്കാനിരിക്കുന്നതിനു മുൻപ് അല്പം നേരം മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ഒരു കാര്യത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ വളരെയധികം സഹായിക്കും. തുടർച്ചയായി ഈ രീതി പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഒരു മസിൽ പോലെ കൂടുതൽ ശക്തമാകുകയും നിങ്ങളുടെ മാനസികമായ കരുത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതൊരു തരം മൈൻഡ് ഹാക്കാണെന്നും ഇതുവഴി ഏത് സങ്കീർണമായ കാര്യങ്ങളും വേഗത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കുമെന്നും നമ്മുടെ പരിമിതമായ വിൽപവർ എനർജിയെ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഷുച്ചു-ര്യൂക്കു സഹായിക്കുന്നു. 8. നെമാവാഷി. ഒരു മരം നടുന്നതിനു മുൻപ് നിലമൊരുക്കുന്നതിനെയാണ് ജാപ്പനീസ് ഭാഷയിൽ നെമാവാഷി എന്നു പറയുന്നത്. പഠനം ഒരിക്കലും ഒരു ഭാരമാകാതിരിക്കാനും അതിലെ സമ്മർദ്ദം കുറയ്ക്കാനുമായി ജാപ്പനീസ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന മുൻകൂർ പ്ലാനിംഗ് രീതിയാണ്. ഓരോ ആഴ്ചയുടെ തുടക്കത്തിലും ആ ആഴ്ച പഠിക്കാൻ പോകുന്ന വിഷയങ്ങൾ കൃത്യമായി എഴുതിവെക്കുക. ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുൻപ് അടുത്ത ദിവസം എന്താണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായി തീരുമാനിച്ചു വയ്ക്കുക. ഒറ്റയടിക്ക് എല്ലാം പഠിക്കാൻ ശ്രമിക്കാതെ വലിയ ലക്ഷ്യങ്ങളെ ചെറിയ സ്റ്റെപ്പുകളായി വിഭജിക്കുക. ഇത്തരത്തിലുള്ള കൃത്യമായ പ്ലാനിംഗ് നിങ്ങളുടെ പഠനത്തിലെ സ്ട്രെസ് ഗണ്യമായി കുറയ്ക്കുകയും കാര്യങ്ങൾ എളുപ്പമാക്കി പഠനത്തിൽ സ്ഥിരത നിലനിർത്താനും സഹായിക്കും. നാം നേരത്തെ ചർച്ച ചെയ്ത സമയത്തിന്റെ കണക്കെടുപ്പും വിൽപവറിന്റെ സംരക്ഷണവും പോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഊർജവും ഫലപ്രദമായി ഉപയോഗിക്കാൻ ഈ പ്ലാനിംഗ് സഹായിക്കും. 9. ദ റൂൾ ഓഫ് 3. തലച്ചോറിന് താങ്ങാവുന്നതിലുമധികം ഭാരം നൽകാതിരിക്കാൻ ജാപ്പനീസ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന ഒരു പഠനരീതിയാണ് ദ റൂൾ ഓഫ് 3. ഒരു ദിവസം 3 പ്രധാന വിഷയങ്ങൾക്ക് കൂടുതൽ പഠിക്കാതിരിക്കുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. രാവിലെ കഠിനമായ വിഷയം. ഉറക്കമുണരുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഏറ്റവും ഫ്രഷായിരിക്കുന്ന സമയമായതിനാൽ പഠിക്കാൻ ഏറ്റവും കഠിനമായ വിഷയം രാവിലെ തന്നെ തിരഞ്ഞെടുക്കുക. ഉച്ചയ്ക്ക് ശേഷം ഇടത്തരം ബുദ്ധിമുട്ടുള്ള വിഷയം. ഉച്ചയ്ക്ക് ശേഷം പഠിക്കാനായി ഇടത്തരം ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കുക. വൈകുന്നേരം എളുപ്പമുള്ള വിഷയം. വൈകുന്നേരം റിവൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം തിരഞ്ഞെടുക്കുകയോ ചെയ്യുക. ഒരു ദിവസം തലച്ചോറിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിവരങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. അതിനാൽ 3ൽ കൂടുതൽ വിഷയങ്ങൾ ഒരേ സമയം പഠിക്കാൻ ശ്രമിച്ച് തലച്ചോറിന് അമിതഭാരം നൽകാതിരിക്കുന്നത് പഠനത്തിലെ മാനസികമായ ക്ഷീണം ഒഴിവാക്കാൻ സഹായിക്കും. നെമാവാഷി ഉപയോഗിച്ച് തലേ ദിവസം തന്നെ ഇങ്ങനെ 3 വിഷയങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തു വയ്ക്കുന്നത് പഠനം കൂടുതൽ എളുപ്പമാക്കും. തലച്ചോറിന്റെ ഉന്മേഷത്തിനനുസരിച്ച് വിഷയങ്ങളെ വിഭജിക്കാനും ഈ രീതി സഹായിക്കുന്നു. സുഹൃത്തുക്കളെ, പഠനം ഒരു മത്സരമല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിനെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനമാണ്. ഈ ജാപ്പനീസ് രഹസ്യങ്ങൾ നിങ്ങളുടെ പഠനരീതിയിൽ ഉൾപ്പെടുത്തി നോക്കൂ. പഠനസമയം പകുതിയാക്കാനും ഓർമ്മശക്തി ഇരട്ടിയാക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പഠനസമയം പകുതിയാക്കാനും ഓർമ്മശക്തി ഇരട്ടിയാക്കാനും സഹായിക്കുന്ന ജാപ്പനീസ് വിദ്യാർത്ഥികൾ ഹൃദ്യസ്ഥമാക്കിയ കൂടുതൽ രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിത്തരാം. രഹസ്യം 1. നിങ്ങളുടെ ചുറ്റുപാടിനെ ചിട്ടപ്പെടുത്തുക. 5S: സെയ്രി, സീറ്റൻ, സീസോ, സീക്കെറ്റ്സു, ഷിറ്റ്സുകെ. ജാപ്പനീസ് ഫിലോസഫിയിൽ ചുറ്റുപാടിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു കായിക താരം വൃത്തികെട്ട ട്രാക്കിലൂടില്ല, അല്ലേ? അതുപോലെ നിങ്ങളുടെ പഠനസ്ഥലവും ചിട്ടയുള്ള ആയിരിക്കണം. 5S എന്ന തത്വം ഇവിടെ പ്രയോഗിക്കുക. 1.
സെയ്രി, സോട്ട്. നിങ്ങളുടെ മേശപ്പുറത്ത് പഠനത്തിന് ആവശ്യമില്ലാത്ത എല്ലാം ഒഴിവാക്കുക. അനാവശ്യമായ പേപ്പറുകൾ, പഴയ പുസ്തകങ്ങൾ, ഡിസ്ട്രാക്ഷനുകൾ, ഡിജിറ്റൽ ഡിസ്ട്രാക്ഷനുകളും എല്ലാം നീക്കം ചെയ്യുക. C10 സെറ്റ് ഇൻ ഓർഡർ. ആവശ്യമായ എല്ലാ പഠന സാമഗ്രികളും, പുസ്തകങ്ങൾ, പേനകൾ, നോട്ടുകൾ കൃത്യമായ സ്ഥാനങ്ങളിൽ അടുക്കി വയ്ക്കുക. പഠിക്കാനിരിക്കുമ്പോൾ പേന തിരഞ്ഞ സമയം കളയരുത്. സീസോ, ഷൈൻ. നിങ്ങളുടെ പഠനസ്ഥലം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. വൃത്തിയുള്ള സ്ഥലം മനസ്സിൽ പോസിറ്റിവിറ്റി നിറയ്ക്കും. സീക്കെറ്റ്സു, സ്റ്റാൻഡർഡൈസ്. ഈ വൃത്തിയും ചിട്ടയും എപ്പോഴും നിലനിർത്താനൊരു സംവിധാനമുണ്ടാക്കുക. ഷിറ്റ്സുക്കെ, സസ്റ്റെയിൻ. ഇതൊരു ശീലമാക്കി മാറ്റുക. ഓരോ തവണ പഠനം കഴിയുമ്പോഴും മേശപ്പുറത്ത് വൃത്തിയാക്കി വെക്കുന്നത് ശീലമാക്കൂ. ചിട്ടയുള്ള ചുറ്റുപാട് ചിട്ടയുള്ള മനസ്സിനെ ഉണ്ടാക്കുന്നു. ഇത് നിങ്ങളുടെ ശ്രദ്ധാശക്തി, ഫോക്കസ് ഗണ്യമായി വർദ്ധിപ്പിക്കും. രഹസ്യം 2. ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം. പോസ്ചർ ആൻഡ് മൂവ്മെന്റ്. പലരും പഠിക്കുമ്പോൾ ശരീരത്തെ അവഗണിക്കാറുണ്ട്. എന്നാൽ ജാപ്പനീസ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നു, ശരീരം മടുത്താൽ മനസ്സ് പഠിക്കില്ല എന്ന്. ഇരിപ്പ് ശ്രദ്ധിക്കുക. പഠിക്കുമ്പോൾ നടു നിവർത്തിയിരിക്കുക. കുനിഞ്ഞിരിക്കുന്നത് ഉറക്കം വരാനും ശ്രദ്ധ കുറയാനും കാരണമാകും. നടു നിവർത്തിയിരിക്കുന്നത് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം വർദ്ധിപ്പിക്കുകയും നിങ്ങളെ കൂടുതൽ ഉന്മേഷമുള്ളവരാക്കുകയും ചെയ്യും. ഇടവേളകളിൽ ചലിക്കുക. നമ്മൾ മുൻപ് പോമഡോറോ ടെക്നിക്കിനെക്കുറിച്ച് സംസാരിച്ചു. ആ 5 മിനിറ്റ് ബ്രേക്കിൽ എഴുന്നേറ്റ് നടക്കുക, കുറച്ച് സ്ട്രെച്ചിങ് ചെയ്യുക, അല്ലെങ്കിൽ ഗാഠമായി ശ്വാസമെടുക്കുക. ഇത് രക്തയോട്ടം കൂട്ടാനും തലച്ചോറിന്റെ ക്ഷീണം മാറ്റാനും സഹായിക്കും. നിങ്ങളുടെ ശരീരം ഒരു മെഷീനല്ല, അതൊരു ലിവിംഗ് സിസ്റ്റമാണ്. പഠനലക്ഷ്യങ്ങളെ ലളിതമാക്കുക. സ്മോൾ സ്റ്റെപ്പ് പ്ലാനിംഗ്. പലപ്പോഴും വലിയ പാഠപുസ്തകങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നും. ഇത് പഠനത്തോടുള്ള മടുപ്പിന് കാരണമാകും. ഇവിടെ ലക്ഷ്യങ്ങളെ വിഭജിക്കുക എന്ന ജാപ്പനീസ് രീതി ഉപയോഗിക്കുക. ഒറ്റയടിക്ക് ഒരു അധ്യായം മുഴുവൻ പഠിക്കാൻ ശ്രമിക്കരുത്. പകരം അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായി സബ് ടോപ്പിക്സ്, പാരഗ്രാഫ്സ് എന്നിങ്ങനെ വിഭജിക്കുക. ഓരോ ചെറിയ ഭാഗവും പഠിച്ചു തീരുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ഒരു ചെറിയ വിജയം, അക്കോംപ്ലിഷ്മെന്റ് അനുഭവപ്പെടും. ഇത് കൂടുതൽ പഠിക്കാനുള്ള പ്രചോദനം നൽകും. നെമാവാഷി എന്ന പ്ലാനിംഗ് ഉപയോഗിച്ച് തലേദിവസം തന്നെ ഇങ്ങനെ ചെറിയ ലക്ഷ്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തു വെക്കുന്നത് പഠനം കൂടുതൽ എളുപ്പമാക്കും. 4. നിങ്ങളുടെ ഇക്കിഗായി കണ്ടെത്തുക. പഠനം പലപ്പോഴും ഒരു ഭാരമായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് എന്ന വ്യക്തമായ ബോധമില്ലാത്തതുകൊണ്ട്. ഇക്കിഗായി എന്നത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടെത്തുന്നതിനെക്കുറിച്ചുള്ള ജാപ്പനീസ് സങ്കല്പമാണ്. പഠനത്തെ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുക. ഈ വിഷയം പഠിക്കുന്നത് എന്നെ ഭാവിയിൽ ആരാക്കി മാറ്റും എന്നും എന്റെ സ്വപ്നങ്ങളിലേക്കെത്താൻ ഇതെങ്ങനെ സഹായിക്കും എന്നും ചിന്തിക്കുക. പഠനത്തിനൊരു അർത്ഥം നൽകിയാൽ അതൊരിക്കലും ഒരു ഭാരമായി തോന്നില്ല. മറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി അത് മാറും. സുഹൃത്തുക്കളെ, നമ്മൾ മുൻപ് ചർച്ച ചെയ്ത കാര്യങ്ങളും ഈ പുതിയ പോയിന്റുകളും കൂടെ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നോക്കാം. 1. ചെറിയ തുടക്കം, കൈസൻ. ഒറ്റയടിക്ക് 10 മണിക്കൂർ പഠിച്ചു തളർന്നു പോകുന്നതിനു പകരം ദിവസവും 30 മിനിറ്റ് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിച്ചു തുടങ്ങൂ. കൈസൻ. അതോടൊപ്പം 5S ഉപയോഗിച്ച് വൃത്തിയുള്ള ചുറ്റുപാടും നല്ല ഇരിപ്പും ഉറപ്പുവരുത്തൂ. 2. ചിട്ടയായ ഫോക്കസ്, പോമഡോറോ പ്ലസ് ഇച്ചിഗിയോ സമ്മായി. ഇച്ചിഗിയോ സമ്മായി എന്ന തത്വം പ്രകാരം ഡിസ്ട്രാക്ഷനുകൾ ഒഴിവാക്കി പോമഡോറോ ടെക്നിക് പ്രയോഗിക്കുക. ആ ഇടവേളകളിൽ ശരീരം ചലിപ്പിക്കാൻ മറക്കരുത്. 3. ആഴത്തിലുള്ള മനസ്സിലാക്കൽ, ഫൈൻമാൻ പ്ലസ് AI. സങ്കീർണമായ വിഷയങ്ങൾ AI ടൂളുകൾ ഉപയോഗിച്ച് ലളിതമായി മനസ്സിലാക്കിയ ശേഷം അത് ഫൈൻമാൻ ടെക്നിക് ഉപയോഗിച്ച് ലളിതമായ വാക്കുകളിൽ വിശദീകരിക്കാൻ ശ്രമിക്കുക. മറ്റൊരാളെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോർ ആ വിഷയം ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കാൻ നിർബന്ധിതമാകുന്നു. 4. ഓർമ്മയെ ശക്തിപ്പെടുത്തുക, ആക്റ്റീവ് റീകോൾ പ്ലസ് നൈറ്റ് റൂട്ടീൻ. വെറുതെ വായിക്കുന്നതിനു പകരം പുസ്തകം അടച്ചുവെച്ച് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന ആക്റ്റീവ് റീകോൾ ഉപയോഗിച്ച് തലച്ചോറിന് വ്യായാമം നൽകുക. രാത്രി ഉറങ്ങുന്നതിനു മുൻപുള്ള ആക്റ്റീവ് റീകോൾ പതിവായി പരിശീലിക്കുന്നത് പഠിച്ച കാര്യങ്ങൾ വേഗത്തിൽ മറന്നുപോകാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും. 5. സ്മാർട്ട് പ്ലാനിംഗ്, നെമാവാഷി പ്ലസ് റൂൾ ഓഫ് 3. തലേദിവസം രാത്രി നെമാവാഷി ഉപയോഗിച്ച് അടുത്ത ദിവസത്തേക്കുള്ള ലക്ഷ്യങ്ങൾ വിഭജിക്കുക. ഒരു ദിവസം തലച്ചോറിന് താങ്ങുന്നതിലും അധികം ഭാരം നൽകാതിരിക്കാൻ ദ റൂൾ ഓഫ് 3 പാലിക്കുക. ഇത് മാനസികമായ ക്ഷീണം ഒഴിവാക്കാൻ സഹായിക്കും. ഈ ജാപ്പനീസ് പഠന രീതികളെല്ലാം തന്നെ ഡിസ്ട്രാക്ഷനുകൾ ഒഴിവാക്കി ഇത്തരത്തിൽ ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ സഹായിക്കുന്നവയാണ്. നമ്മുടെ പരിമിതമായ വിൽപവർ എനർജിയെ
അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഇവ സഹായിക്കുന്നു. ഷൂച്ചുറിക്യു അഥവാ യാതൊരുവിധ ശല്യങ്ങളുമില്ലാതെ ദീർഘനേരം ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പഠിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കാൻ ഡിസ്ട്രാക്ഷനുകൾ ഒഴിവാക്കി മെഡിറ്റേഷൻ ശീലമാക്കുക. ഇതുവഴി ഏത് സങ്കീർണമായ കാര്യങ്ങളും വേഗത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. മിക്ക വിദ്യാർത്ഥികളും പുസ്തകം വെറുതെ വായിക്കുമ്പോൾ ടോപ്പേഴ്സ് പഠനത്തിൽ മുന്നിലെത്തുന്നത് ഇത്തരത്തിൽ സ്മാർട്ട് രീതികളുപയോഗിച്ച് തലച്ചോറിനെ പരിശീലിപ്പിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പഴയ രീതികൾ മാറ്റൂ. നിങ്ങളുടെ ഉള്ളിലെ അത്ലറ്റിനെ ഉണർത്തൂ. പഠനമൊരു മത്സരമല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിനെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനമാണ്. ഇന്നു തന്നെ തുടങ്ങൂ. നിങ്ങളുടെ ചുറ്റുപാടും ഇരിപ്പും ചിട്ടപ്പെടുത്തൂ. പഠനസമയം പകുതിയാക്കാനും ഓർമ്മശക്തി ഇരട്ടിയാക്കാനും നിങ്ങൾക്ക് സാധിക്കും. വിജയം നിങ്ങളിൽ തന്നെയുണ്ട്. ഇന്നു മുതൽ ഈ പുതിയ രീതികൾ പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. നന്ദി.